മൈക്രോസോഫ്റ്റ് വിൻഡോസ് തകരാറിനെ തുടർന്ന് വിമാനത്താവളങ്ങളിലെ പ്രവർത്തനങ്ങളിൽ പ്രതിസന്ധി തുടരുന്നു. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പുറത്ത് യാത്രക്കാരുടെ നീണ്ട നിരയാണ്. ഉച്ചയോടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് വ്യോമയാന മന്ത്രാലയം. വിനീത വി.ജി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനീത, എന്തൊക്കെയാണ് യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, എന്തൊക്കെയാണ് വിമാനത്താവള അധികൃതരടക്കം ഇക്കാര്യത്തിൽ പറയുന്നത്? തീർച്ചയായും വേണു, ഇന്നലെ മുതൽ തന്നെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിൻഡോസിലെ സാങ്കേതിക തകരാർ വലിയ ദുരിതം തന്നെയാണ് യാത്രക്കാർക്ക് ഉണ്ടാക്കിയിരുന്നത്. ആഗോളതലത്തിൽ തന്നെ ബാങ്കുകളിലും ഒപ്പം തന്നെ എയർലൈൻ സർവീസുകളെയും ഒക്കെ ഈ വിൻഡോസിന്റെ തകരാർ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കും എന്നുള്ളതായിരുന്നു ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ബുക്കിങ്ങുകളടക്കം എയർലൈൻ സർവീസുകൾ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം പോലും ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നും പല വിമാനത്താവളങ്ങളിലും നീണ്ട നിര തന്നെയാണ് യാത്രക്കാരുടേത്. ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നീണ്ട നിര തന്നെയാണ് ആ യാത്രക്കാർ ഇങ്ങനെ പുറത്തേക്കൊക്കെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും ആ സ്ഥിതിഗതികൾ പൂർണ്ണമായും പഴയ രീതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എങ്കിലും അധികൃതർ പറയുന്നത് യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ ആ പ്രവർത്തനങ്ങൾ നിലവിലുള്ള സാങ്കേതിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി എത്രയും വേഗം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇക്കാര്യത്തിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഒരു വിശദീകരണം കൂടി ലഭ്യമായിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ, സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്നു എന്നാണ് അവർ നൽകുന്ന വിശദീകരണം. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പൂർണ്ണമായും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നതെന്നും അതിനുശേഷം സർവീസുകളൊക്കെ പഴയ രീതിയിൽ തന്നെ സുഗമമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പ്രതീക്ഷ എന്നുമാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം നൽകുന്ന വിശദീകരണം. ശരി, വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.